നമസ്കാരം. ഡിക്റ്റേറ്റീവ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. അങ്കമാലി നിയോജകമണ്ഡലത്തിലെ വിവിധ വാർഡുകളിലൂടെ കടന്നുപോകുന്ന മാഞ്ഞാലിപ്പുഴയുടെയും മുല്ലശ്ശേരി തോടിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയായിരിക്കുകയാണ്. നഗരസഭയിലെ 8, 7, 6, 5, 4, 3, 1 എന്നീ വാർഡുകളിലൂടെ കടന്നുപോകുന്ന മാഞ്ഞാലിപ്പുഴയിലെയും മുല്ലശ്ശേരി തോട്ടിലെയും പായലും ചെളിയും പൊണ്ടേഞ്ചുമെല്ലാം വലിയ ജെസിബി മെഷീനുകൾ ഇറക്കിയാണ് പൂർണ്ണമായും കോരിമാറ്റിയത്. നബാർഡിന്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വർഷവും നടക്കാറുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി അങ്കമാലി എംഎൽഎയും സ്ഥലത്തെ നഗരസഭയും ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. 2018 മഹാപ്രളയത്തിൽ കടുത്ത വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളാണിവ എന്നതുകൊണ്ടുതന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് ഈ നവീകരണത്തെ ജനങ്ങൾ വീക്ഷിക്കുന്നത്. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ മെഷീനുകൾ ഇറക്കി തോടിന്റെയും പുഴയുടെയും ഒഴുക്ക് സുഗമമാക്കിയതോടെ പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും മുക്തമായിരിക്കുകയാണ്. നിലവിൽ ഈ ശുചീകരണ ജോലികളെല്ലാം നല്ല രീതിയിൽ പൂർത്തീകരിച്ച് മെഷീനുകൾ തിരിച്ചുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നഗരസഭാ ചെയർപേഴ്സന്റെ വാർഡായ 7-ാം വാർഡിൽ ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിട്ടിട്ടുണ്ട്. മുല്ലശ്ശേരി പാലത്തിന്റെ അടിയിലൂടെ ഭീമാകാരമായ വലിയ മെഷീനുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഈ ഭാഗത്തെ ജോലികൾ താൽക്കാലികമായി നിർത്തിവെച്ച് യന്ത്രങ്ങൾ തിരിച്ചുപോയിരിക്കുകയാണ്. എങ്കിലും നഗരസഭാ ചെയർപേഴ്സന്റെ സ്വന്തം വാർഡായതിനാൽ തന്നെ ഈ ഭാഗത്തെ ശേഷിക്കുന്ന ജോലികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന ഉറപ്പായ വിശ്വാസത്തിലാണ് നാട്ടുകാർ. മുല്ലശ്ശേരി പാലത്തിന്റെ മുകളിൽ നിന്നും ഡിക്റ്റേറ്റീവ് ടിവിക്ക് വേണ്ടി സ്പെഷ്യൽ റിപ്പോർട്ടർ. നല്ല രസമായി. കഴിഞ്ഞ പ്രാവശ്യം JCB കൊണ്ടുവന്നേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട ഇത്ര വലിയ മെഷീൻ ആയിരുന്നില്ല, ഇതിലും ചെറുതായിരുന്നു. അത്രയും വിഷം കടന്നാൽ വീണ്ടും അതുമേന്ന് പൊട്ടി മുളച്ചും കൂടെ വരും. ഇപ്പം എത്ര ക്ലീൻ ആക്കിയാലും ഉണ്ടാവും, എല്ലാ കൊല്ലം ക്ലീൻ ചെയ്യുന്നില്ല. ഒരു 2 മാസം കിട്ടുള്ളൂ. 2 മാസം കഴിയുമ്പോഴേക്കും ശരിക്കും ചെളി വാരിയിട്ട് 2 സൈഡ് പോയിന്റ് ചെയ്ത് വേണം കെട്ടിയിട്ട്.